ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായി പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ. യൂണിറ്റ് 3 ഇൻ ഹാർമണി. ഇൻ ഹാർമണി. ഹാർമണി എന്ന് പറഞ്ഞാൽ ഐക്യത്തോടെ. ഇവിടെ മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്, ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് what you do are in harmony. Happiness is when what you think, what you say and what you do are in harmony. നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും യോജിക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് എന്നാരാ പറഞ്ഞത്? മഹാത്മാഗാന്ധി. നമുക്ക് കഥ നോക്കിയാലോ? ഈ ഫോട്ടോ കണ്ടോ? ഇതിലെന്തൊക്കെയാ ഉള്ളത്? നിങ്ങൾക്ക് ഇതിൽ ആരൊക്കെ കാണാം? നിങ്ങൾ ഈ പിക്ചർ കണ്ടെത്തി അതിനെ വർണ്ണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ചെയ്യണേ. കണ്ടെത്തൂലേ നിങ്ങള്? ഓക്കെ, അടുത്ത പേജിൽ പോവാം. റോക്കി ദ പപ്പി. റോക്കി ദ പപ്പി. റോക്കി എന്ന നായ്ക്കുട്ടി. പപ്പി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നായ്ക്കുട്ടി. ഓക്കെ. റോക്കി ദ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. റോക്കി ദ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. റോക്കി എന്ന നായ്ക്കുട്ടി ഒരു മരത്തിനടിയിൽ റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഈ ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ് എ എമ്മി മീൽ. ഈ ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ് എ എമ്മി മീൽ. അവനൊരു ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ബീസ് ബസ്ഡ് അറൗണ്ട് ഹിസ് ഹെഡ്. ബീസ് ബസ്ഡ് അറൗണ്ട് ഹിസ് ഹെഡ്. അവന്റെ തലയ്ക്ക് ചുറ്റും തേനീച്ചകൾ മുഴങ്ങി. ബീസ് എന്ന് പറഞ്ഞാൽ ഹണി ബീസ്. ഓക്കെ. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്, എന്നെ ശല്യപ്പെടുത്തരുത്. റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ്. റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ്. റോക്കി കണ്ണുകൾ അടച്ചു. സ്ലോലി ഹി ഫെൽ അസ്ലീപ്. സ്ലോലി ഹി ഫെൽ അസ്ലീപ്. പതിയെ ഉറങ്ങി. റോക്കി കണ്ണുകളടച്ച് പതിയെ ഉറങ്ങി. എ ക്രോ വാസ് വാച്ചിങ് എവറിത്തിങ്. എ ക്രോ വാസ് വാച്ചിങ് എവറിത്തിങ്. ഒരു കാക്ക എല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരെന്തെല്ലാം ചെയ്യുന്നു എന്ന് ആ കാക്ക വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഷീ ഫ്ലൂ അറൗണ്ട് ദ ബീസ്. ഷീ ഫ്ലൂ അറൗണ്ട് ദ ബീസ്. അവൾ തേനീച്ചകൾക്ക് ചുറ്റും പറന്നു. റോക്കി വോക്കപ്പ്. റോക്കി ഉണർന്നു. ഡോണ്ട് അനോയ് മീ ഹി സെഡ്. ഡോണ്ട് അനോയ് മീ ഹി സെഡ്. എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് അവൻ പറഞ്ഞു. നിങ്ങൾ തേനീച്ചയുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ? അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാക്കൂലേ? അതിൻ്റെ കരച്ചിൽ കേൾക്കാൻ എങ്ങനെയുണ്ട്? അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ? അങ്ങനെ ഈ റോക്കി എന്ന പപ്പിക്കുട്ടിക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി അല്ലേ? പപ്പിക്കുട്ടി എന്താ പറഞ്ഞത്? ഡോണ്ട് അനോയ് മീ. എന്നെ ശല്യപ്പെടുത്തരുത് അല്ലേ എന്നാണ് ആ പപ്പിക്കുട്ടി പറഞ്ഞത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? വാട്ട് വിൽ റോക്കി ഡു? വാട്ട് വിൽ റോക്കി ഡു? റോക്കി എന്ത് ചെയ്യും? ആ പപ്പിക്കുട്ടി എന്ത് ചെയ്യും? അവിടെ നിന്ന് പോവോ അല്ല വേറെ എന്തെങ്കിലും ചെയ്യോ? നമുക്ക് അടുത്ത പേജിൽ നോക്കാം. ദ ചേസ്. ദ ചേസ്. പിന്തുടരൽ. വായിക്കാം. റോക്കി സോ എ കാറ്റ് ചേസിംഗ് എ സ്ക്യൂറൽ. റോക്കി സോ എ കാറ്റ് ചേസിംഗ് എ സ്ക്യൂറൽ. ഒരു പൂച്ച അണ്ണാനെ പിന്തുടരുന്നത് റോക്കി കണ്ടു. ഹി തോട്ട് ഓഫ് ഹാവിംഗ് സം ഫൺ. ഹി തോട്ട് ഓഫ് ഹാവിംഗ് സം ഫൺ. അയാൾ കുറച്ച് ആസ്വദിക്കാം എന്ന് ആലോചിച്ചു. ഹി ചേസ്ഡ് ദ കാറ്റ്. ഹി ചേസ്ഡ് ദ കാറ്റ്. അവൻ പൂച്ചയെ ഓടിച്ചു. ലീവ് മീ ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂറൽ. ലീവ് മീ ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂറൽ. എന്നെ വിടൂ, ഞാൻ അണ്ണാനെ പിടിക്കട്ടെ. ദ കാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം. ദ കാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം. പൂച്ച അവനെ നോക്കി ചീറിപ്പാഞ്ഞു. ബൈ ദെൻ ദ സ്ക്യൂറൽ ഹാഡ് ക്ലൈംബ്ഡ് അപ്പ് എ ട്രീ. ബൈ ദെൻ ദ സ്ക്യൂറൽ ഹാഡ് ക്ലൈംബ്ഡ് അപ്പ് എ ട്രീ. അപ്പോഴേക്കും അണ്ണാൻ ഒരു മരത്തിൽ കയറി. ചിൽ ചിൽ ചിൽ.
ഇറ്റ് മോക്ക്ഡ് ദ കാറ്റ്. ചിൽ 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 ഇറ്റ് മോക്ക്ഡ് ദ കാറ്റ്. ചിൽ 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 എന്ന് അത് പൂച്ചയെ പരിഹസിച്ചു. ആരാ? സ്ക്യൂരൽ. സ്ക്യൂരൽ എന്ന് പറഞ്ഞാൽ അണ്ണാൻ. ചിൽ 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 എന്ന് പറഞ്ഞ് അത് പൂച്ചയെ പരിഹസിച്ചു. ദ കാറ്റ് ഓൾസോ ക്ലൈംബ്ഡ് അപ്പ്. ദ കാറ്റ് ഓൾസോ ക്ലൈംബ്ഡ് അപ്പ്. പൂച്ചയും ആ മരത്തിൽ കയറി. അത് പരിഹസിച്ചില്ലേ, അതുകൊണ്ട് പൂച്ചയും ആ മരത്തിൽ കയറി. റോക്കി സ്റ്റുഡ് ബിലോ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദി കാറ്റ്. റോക്കി സ്റ്റുഡ് ബിലോ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദി കാറ്റ്. റോക്കി താഴെ നിന്നുകൊണ്ട് പൂച്ചയെ നോക്കി. പൂച്ച എന്താ ചെയ്യുന്നത്? അതിന് മരത്തിൽ കയറാൻ പറ്റുമോ? അതിന് അണ്ണാനെ പിടിക്കാൻ പറ്റുമോ എന്ന് റോക്കി താഴെ നിന്നുകൊണ്ട് അവരെ നോക്കി. ഈ പിക്ചർ കണ്ടോ? റോക്കി എന്ന പപ്പിക്കുട്ടി അതിനെ നോക്കുന്നതായിട്ട് കാണാം അല്ലേ? ആ പൂച്ചക്ക് മരത്തിൽ കയറാൻ പറ്റുമോ? പറ്റുമായിരിക്കും അല്ലേ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വിൽ ദ കാറ്റ് സേ ടു റോക്കി? വാട്ട് വിൽ ദ കാറ്റ് സേ ടു റോക്കി? പൂച്ച റോക്കിയോട് എന്ത് പറയും? എന്തായിരിക്കും പറയാ? നോക്കാം, അടുത്ത പേജിൽ നോക്കാം. ദ കാരിങ് ക്രോ. ദ കാരിങ് ക്രോ, കരുതലുള്ള കാക്ക. ദ സ്ക്യൂരൽ ഡിസപ്പിയർഡ് അമംഗ് ദ ലീവ്സ്. ദ സ്ക്യൂരൽ ഡിസപ്പിയർഡ് അമംഗ് ദ ലീവ്സ്. അണ്ണാൻ ഇലകൾക്കിടയിൽ അപ്രത്യക്ഷമായി, കാണാതെയായി. ദ കാറ്റ് ലുക്ക്ഡ് ഡൗൺ. പൂച്ച താഴേക്ക് നോക്കി. ഹി സോ റോക്കി ട്രൈയിങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. ഹി സോ റോക്കി ട്രൈയിങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. റോക്കി മരത്തിൽ കയറാൻ ശ്രമിക്കുന്നത് അയാൾ കണ്ടു. ദ കാറ്റ് ജംപ്ഡ് ഡൗൺ ആൻഡ് എസ്കേപ്ഡ്. ദ കാറ്റ് ജംപ്ഡ് ഡൗൺ ആൻഡ് എസ്കേപ്ഡ്. പൂച്ച താഴേക്ക് ചാടി രക്ഷപ്പെട്ടു. ദ ക്രോ സോ ഇറ്റ്. ദ ക്രോ സോ ഇറ്റ്. കാക്ക അത് കണ്ടു. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. അവളുടെ കൂട് ആ മരത്തിലായിരുന്നു. ഹെർ ചിക്സ് വെർ ഇൻ ഇറ്റ്. ഹെർ ചിക്സ് വെർ ഇൻ ഇറ്റ്. അവളുടെ കുഞ്ഞുങ്ങൾ അതിലുണ്ടായിരുന്നു. ആ മരത്തിലായിരുന്നു ആ കാക്കയുടെ കൂട്. അതിൽ അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഷീ വാസ് അഫ്രൈഡ്. ഷീ വാസ് അഫ്രൈഡ്. അവൾ ഭയന്നു. അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഭയന്നു. ഷീ സ്റ്റാർട്ടഡ് സർക്ലിംഗ് അറൗണ്ട് റോക്കി. ഷീ സ്റ്റാർട്ടഡ് സർക്ലിംഗ് അറൗണ്ട് റോക്കി. അവൾ റോക്കിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. റോക്കി സ്റ്റുഡ് അപ്പോൺ ഹിസ് ഹിൻഡ് ലെഗ്സ്. റോക്കി സ്റ്റുഡ് അപ്പോൺ ഹിസ് ഹിൻഡ് ലെഗ്സ്. റോക്കി പിൻകാലുകളിൽ എഴുന്നേറ്റു നിന്നു. ഈ പിക്ചർ കണ്ടോ? ഇതിൽ ആ റോക്കി എങ്ങനെയാണ് നിന്നിട്ടുള്ളത്? പിൻകാലുകളിലാണ് അല്ലേ? അങ്ങനെ ആ റോക്കി എഴുന്നേറ്റ് നിന്നു. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? അടുത്തതായി എന്തായിരിക്കും സംഭവിക്കുക? എന്തായിരിക്കും സംഭവിക്കുക? ഈ റോക്കി മരത്തിൽ കയറുമോ? അതിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നോ? അല്ല കാക്ക അതിനെ ഓടിക്കോ? എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.